ആര്യനാട് പഞ്ചായത്ത് മെമ്പർ ശ്രീജ ആത്മഹത്യ ചെയ്തതിൽ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായി കോൺഗ്രസ് വലിയ പ്രതിഷേധത്തിലാണ്. ബാരിക്കേഡ് തകർത്തുകൊണ്ടായിരുന്നു പ്രതിഷേധം നടത്തിയത്. നടുറോഡിൽ പ്രതിഷേധിച്ചുകൊണ്ട് അബിൻ വർക്കിയും തകർത്താടി. നവീൻ ബാബുവിന്റെ മരണശേഷവും CPM പതിവ് ശൈലി മാറ്റിയിട്ടില്ല എന്നാണ് KPCC അധ്യക്ഷൻ വിമർശിച്ചത്. ആര്യനാട് പഞ്ചായത്ത് കോട്ടക്കകം വാർഡ് മെമ്പർ ശ്രീജയുടെ മരണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹനെ ഒന്നാം പ്രതിയാക്കി 4 പേർക്കെതിരെ കേസെടുത്തിരുന്നു. കോൺഗ്രസിന്റെ പ്രതിഷേധം കണക്കിലെടുത്തായിരുന്നു പോലീസിന്റെ നീക്കം. CPMന്റെ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ മനം നൊന്താണ് ശ്രീജ ജീവനൊടുക്കിയത് എന്നാണ് കുടുംബത്തിന്റെയും കോൺഗ്രസിന്റെയും ആരോപണം. ശ്രീജയുടെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്നും KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരുന്നു. വേണമെങ്കിൽ അങ്ങോട്ട് കയറി വരാനും അറിയാം, കൂടുതൽ അഭ്യാസം കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അബിൻ വർക്കി നടുറോഡിൽ ഈ പ്രതിഷേധത്തിൽ തകർത്താടിയത്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്കും പോകാം. ആദ്യമായിട്ടാണ് സമരം നടത്തുന്നത്. ബാരിക്കേഡ് പിടിക്കാൻ സംബന്ധിച്ചു എല്ലാം ഇവിടെ വളഞ്ഞു വന്നിരിക്കാം. ഞങ്ങൾക്ക് എത്ര നിമിഷം വേണം അതിനകത്ത് കയറി വരാം. വേണമെങ്കിൽ ഇതൊക്കെ അകത്ത് കയറാൻ കൂടുതൽ അഭ്യാസം ഒരു കണക്കിനിൽപ്പെട്ട ഒരു CPMന്റെ കൗൺസിലർ, ആ കൗൺസിലറെ രക്ഷിക്കാൻ ആ നാട്ടിലെ ലോക്കൽ സെക്രട്ടറി വരുന്നു. ആ കൗൺസിലറിന്റെ ആകെയുള്ള സ്ഥലം ലോക്കൽ സെക്രട്ടറി ഇടപെട്ട് വിൽക്കുന്നു. എന്നിട്ട് കടം തീർന്ന് പിന്നെ ഉണ്ടായിരുന്ന 1 കോടിയോളം രൂപ ലോക്കൽ സെക്രട്ടറി അടിച്ചു മാറ്റുന്നു. ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് അവരെ ഇതുപോലെ തന്നെ നാട്ടിൽ അധിക്ഷേപിക്കാൻ ഒരുങ്ങി. ഇത് ചോദ്യം ചെയ്തപ്പോ അവരെ ഇതുപോലെ തന്നെ നാട്ടിൽ അപകീർത്തിപ്പെടുത്താൻ ഒരുങ്ങി. അങ്ങനെയാണ് കലാരാജു എന്ന് പറയുന്ന ഒരു വനിതാ കൗൺസിലർ 25 കൊല്ലം ചെങ്കൊടി എന്തി CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ഒരു കൗൺസിലർ അവർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വന്നു. അന്ന് ചെയർപേഴ്സന്റെ വണ്ടിയിൽ അവരെ കടന്നാക്രമിച്ച് തട്ടിക്കൊണ്ടുപോയി ആ തെരഞ്ഞെടുപ്പ് അലങ്കോലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർത്തുകൊള്ളുക, കഴിഞ്ഞയാഴ്ച അതേ കലാരാജുവിനെ അതേ മുനിസിപ്പാലിറ്റിയിൽ അതേ തട്ടിക്കൊണ്ടുപോയ ചെയർപേഴ്സന്റെ വണ്ടിയിൽ ഔദ്യോഗികമായി ചെയർപേഴ്സണായി കോൺഗ്രസ് പ്രസ്ഥാനം കയറ്റിയിരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഇന്നിപ്പോ പഞ്ചായത്ത് കമ്മിറ്റി നടന്നു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു അവർ ഈ വിഷയത്തിൽ പ്രതിഷേധമുണ്ടായി. പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് കമ്മിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് കമ്മിറ്റി കൂടണ്ട എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടു. ഏറ്റവും ഒടുവിൽ അറിയുന്നത് അടിയന്തര ഉത്തരവിലൂടെ പഞ്ചായത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റി. അതായത് ഇന്ന് രാവിലെ 10 മണി വരെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് സെക്രട്ടറിയെ അടിയന്തര ഉത്തരവിലൂടെ സ്ഥലം മാറ്റിയിരിക്കും. ഈ നിങ്ങൾക്ക് കുറച്ച് ചരിത്രം അത് നിങ്ങൾക്കറിയാവുന്നതാണ്.
പ്രിയപ്പെട്ടവരെ, ഈ ബംഗാളിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന CPM എല്ലാ മേഖലയിലും അടക്കി ഭരിക്കുന്നു, ഉദ്യോഗസ്ഥ തലത്തിൽ അടക്കി ഭരിക്കുന്നു. ത്രിപുരയിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ ഒരു നാൾ ആ ബംഗാളിന്റെ ചീട്ടുകൊട്ടാരം തകർന്നടിഞ്ഞപ്പോ അടക്കി ഭരിച്ചുകൊണ്ടിരുന്നവർ വീട്ടിൽ പോയി എന്നത് മാത്രമല്ല, അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെ ഈ പെരുമ്പാവൂരിലും ആര്യാടും പൊറോട്ട അടിക്കുന്നുണ്ടെങ്കിൽ CPM-കാരാ നാളെ നിന്റെ ഗതി ഇത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക. ഒരു പഞ്ചായത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റിയത് കൊണ്ട് ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുമെന്നാണ് ഓർത്തിരിക്കുന്നത്. ഞങ്ങൾ ഈ സമരത്തിന് ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് വരെ ഈ സമരം സന്ധിയില്ല പോരാട്ടമാണ്. അടുത്ത 15-ാം തീയതി നിയമസഭ തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു സംശയവും വേണ്ട, കേരളത്തിന്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ ചർച്ച ചെയ്യുന്ന നിമിഷം നിയമസഭയുടെ കറുത്ത അക്ഷരങ്ങളിൽ ഇതിന്റെ പ്രതികളായവരുടെ പേരുകൾ എഴുതി ചേർക്കപ്പെടുമ്പോ ചരിത്രത്താളുകളിൽ മാത്രമല്ല പോലീസിന്റെ FIR-ലും ചാർജ് ഷീറ്റിലും ആ പേരുകൾ ഉറപ്പുവരുത്താൻ ഞങ്ങൾ പ്രവർത്തിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുക.